നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 17 ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. മാത്രമല്ല ഈ സിനിമകളുടെ ടോട്ടൽ കളക്ഷൻ സെപ്റ്റംബർ 17-ാം തീയതി ക്ലോസ് ചെയ്യുമ്പോൾ എത്രയാണെന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ വിശദമായി തുടങ്ങും മുമ്പ് പ്രിയപ്പെട്ടവരെ ചെറിയൊരു അപേക്ഷയുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സെപ്റ്റംബർ 17 ബുധനാഴ്ചത്തേക്ക് 21 ദിവസങ്ങൾ തിയേറ്ററിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. 21-ാം ദിവസം അതായത് സെപ്റ്റംബർ 17-ാം തീയതി ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് 1,71,00,000 ഓർക്കുക, ഒരു വർക്കിംഗ് ഡേ ആണ്. മാത്രമല്ല 21 ദിവസങ്ങളായി ഈ ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ സിനിമയ്ക്ക് 1,71,00,000 രൂപ കളക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതാണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഈ സിനിമ ഇപ്പോൾ 100 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ചകളോടെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യൻ ബോക്സ് ഓഫീസ് മാത്രമല്ല, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തന്നെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെലികോപ്റ്ററും വേണ്ട, ബസ്സും വേണ്ട, ഒന്നും വേണ്ട, കാമ്പുള്ള തിരക്കഥയും പ്രസന്റ് ചെയ്യുന്ന രീതിയും തന്നെയാണ് മുഖ്യമെന്ന് ഈ ചിത്രം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ടീം ലോകയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ കുറിച്ചാണ്. എവർഗ്രീൻ കോംബോ ആയ മോഹൻലാൽ സത്യാന്തിക്കാട് കൂട്ടുകെട്ടിൽ വന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വം തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിട്ട് സെപ്റ്റംബർ 17-ാം തീയതി ബുധനാഴ്ചത്തേക്ക് ഏകദേശം 21 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 21-ാം ദിവസമായ സെപ്റ്റംബർ 17 ബുധനാഴ്ച ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് ഏകദേശം 45 ലക്ഷം രൂപയാണ്. ഒരു വർക്കിംഗ് ഡേ, അതും ബുധനാഴ്ച 3-ാമത്തെ ആഴ്ച, അതായത് 21-ാം ദിവസം 41 ലക്ഷം രൂപ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരപ്പെട്ട കാര്യമല്ല. വലിയ ഹിറ്റിലേക്ക് തന്നെയാണ് ഈ ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇതിനോടകം 21 ദിവസത്തിനോടകം സമ്പാദിച്ചത് ഏതാണ്ട് 41 കോടി രൂപയാണ്. ഈ കളക്ഷൻ ഡീറ്റെയിൽസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ സിനിമ ഇപ്പോഴും അത്യാവശ്യം സ്റ്റഡി റണ്ണൊക്കെ നിലനിർത്തി പോകുന്നു എന്ന് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ പുതിയ റിലീസുകൾ വരുമ്പോൾ എത്തരത്തിലായിരിക്കും ഈ സിനിമയുടെ പ്രതികരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് ഡിമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ സിനിമയെ കേരളത്തിലെ മൂവി ലവേഴ്സ് സ്വീകരിച്ചത്. ഒരു ഐമാക്സ് മെറ്റീരിയൽ കൂടിയായ ഈ ചിത്രം വലിയ രീതിയിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. വർക്കിംഗ് ഡേയിൽ അല്പം കളക്ഷൻ കുറവാണെങ്കിൽ പോലും വീക്കെൻഡിലൊക്കെ വലിയ കളക്ഷൻ തന്നെ ഈ ചിത്രം നിലനിർത്തുന്നു എന്നത് കേരള ഓഡിയൻസ് ഇന്റർനാഷണൽ ഓഡിയൻസ് ആയി എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. സെപ്റ്റംബർ 17-ാം തീയതി ബുധനാഴ്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് ഏകദേശം 25 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ഇതുവരെ നേടിയത് 4 കോടിയോളം രൂപയാണ്. അടുത്തത് മിറായ് എന്ന തെലുങ്ക് ഡബ് ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രം ലോകമെമ്പാടും വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ലെവലിൽ തന്നെ വലിയ സപ്പോർട്ട് കിട്ടിയെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ അത്തരമൊരു സപ്പോർട്ടിന്റെ യാതൊരു പ്രതികരണവും കാണുന്നില്ല എന്നാണ് കളക്ഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സെപ്റ്റംബർ 17-ാം തീയതി ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത് ആകെ 4 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ 6 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ആകെ കളക്ട് ചെയ്തത് കേവലം 36 ലക്ഷം രൂപയാണ്. കേരളത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്തതിനാൽ ഉടൻ തന്നെ ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വരും ദിവസങ്ങളിൽ വലിയ റിലീസുകൾ വരാനുണ്ട് എന്നത് തന്നെ ഒരു കാരണം. AR മുരുകദോസിന്റെ സംവിധാനത്തിൽ കാർത്തികൻ നായകനായ മദുരാശി എന്ന തമിഴ് ചിത്രത്തെ കുറിച്ചാണ്. തമിഴിൽ തന്നെ ഒരു ആവറേജ് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രം കേരളത്തിൽ വലിയ രീതിയിൽ പ്രൊമോഷൻ ചെയ്യാത്തത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല, കേരളത്തിൽ തീരെ ആളില്ലാത്തൊരവസ്ഥയാണ്. 17-ാം തീയതി ബുധനാഴ്ച ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയത് ആകെപ്പാടെ 3.5 ലക്ഷം രൂപയാണ്. 13 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രത്തിന് ഇതുവരെ ലഭിച്ചത് 3,27,00,000 രൂപ മാത്രമാണ്.
വലിയ നിരാശയാണ് മദുരാശി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടും അറിയപ്പെടുന്ന നടൻ മെയിൻ കഥാപാത്രമായി അഭിനയിച്ചിട്ടും കേരളത്തിൽ വേണ്ടത്ര ഗ്രിപ്പ് ചെയ്യാൻ ഈ ചിത്രത്തിന് സാധിക്കാത്തത് പോയത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്തത് ദ കോൺജ്യൂറിംഗ് ദ ലാസ്റ്റ് റൈറ്റ്സ്. ഹോളിവുഡ് ഹൊറർ ഫ്രാഞ്ചൈസിയായ കോൺജറിങ്ങിന് കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഉണ്ടെങ്കിലും ഈ ഭാഗം നിരാശപ്പെടുത്തി എന്നാണ് കളക്ഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 17-ാം തീയതി ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് വെറും 3,15,000 രൂപ മാത്രമാണ്. ആകെ 13 ദിവസത്തെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് 2,75,00,000 രൂപ മാത്രമാണ്. ഈ ചിത്രത്തിന് ഇനീഷ്യൽ പുള്ള് കിട്ടിയെങ്കിലും വലിയ രീതിയിൽ ഡ്രോപ്പാണ് കേരള ബോക്സ് ഓഫീസിൽ സംഭവിച്ചത്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ലോക മാസീവ് ബ്ലോക്ക് ബസ്റ്ററായി പ്രദർശനം തുടരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 100 കോടിയിലേക്ക് ലോക എന്ന ചിത്രം അടുത്തുകൊണ്ടിരിക്കുന്നു. ജപ്പാൻ അനിമേ സീരീസായ ഡെമോൺ സ്ലെയറിനും വലിയ രീതിയിലുള്ള സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന ചിത്രം തരക്കേടില്ലാതെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് മുന്നേറുന്നു എന്നും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. തെലുങ്ക് തമിഴ് ചിത്രങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പെർഫോം ചെയ്തില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമായിരുന്നു സെപ്റ്റംബർ 17 വരെയുള്ള കേരള ബോക്സ് ഓഫീസിലെ വിശേഷങ്ങൾ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.